എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. പൂതക്കുളം ഗ്രാമപഞ്ചായത്തിൽ 6-ാം വാർഡിൽ താമസിക്കുന്ന ഗിരീഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ഒരു 6 മാസത്തിലധികമായി കിടപ്പ് രോഗിയാണ്. അദ്ദേഹത്തിൻ്റെ ഇതുവരെ ഉണ്ടാക്കിയ സമ്പത്തെല്ലാം അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായി ചെലവഴിച്ചു. വാർഡിലെ മെമ്പറായിട്ടുള്ള ശ്രീ ഷൈജു ബാലചന്ദ്രനും എന്നോടൊപ്പം ഉണ്ട്. അദ്ദേഹമാണ് അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞിരുന്നതും നമ്മൾ ഈ വീഡിയോ എടുക്കാനായിട്ട് വന്നത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കാണാം. നമസ്കാരം, ഞാൻ പൂതക്കുളം ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിലെ മെമ്പറാണ്. പേര് ഷൈജു എന്നാണ്. 13 വർഷക്കാലമായി ഗൾഫിൽ നിന്ന് ജോലി ചെയ്ത ഒരു സാധാരണക്കാരനായ വ്യക്തിയാണ്. കൊല്ലത്ത് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ചികിത്സ തേടുകയും ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥ മൂലം അദ്ദേഹത്തിന് ഒരുപാട് സർജറികൾ ചെയ്യേണ്ടി വരികയും ഏകദേശം ഒരു 35-36 ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ആവുകയും കൂടെ പ്രവർത്തിച്ച കുറേ സുഹൃത്തുക്കൾ കൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ ചെലവുകൾ ഇത്രയും നാളും അവർ നോക്കിക്കൊണ്ട് പോയത്. ഇപ്പോൾ വളരെ കുടുംബം സാമ്പത്തികമായിട്ട് ആഹാരത്തിന് പോലും ഒരു നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലോട്ട് വന്ന സ്ഥിതിക്കാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. ദയവ് ചെയ്ത് ഇത് കാണുന്നവർ അദ്ദേഹത്തെ സഹായിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് സൗജന്യമായിട്ട് നമ്മുടെ ആംബുലൻസ് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി കുട്ടികളുടെ തുടർ പഠനം, അതുകൂടാതെ ഇദ്ദേഹത്തിന് തന്നെ ഇനി ഏകദേശം ഒരു 1-2 സർജറികളൂടെ ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ രോഗം പൂർണ്ണമായി മാറുകയുള്ളൂ. അതിനൊക്കെ ഉള്ള സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന ഏത് സഹായങ്ങളും ഇദ്ദേഹത്തിന് ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പേരെന്താ? ഗിരീഷ് കുമാർ. എന്താണ് സംഭവിച്ചത്? ഞാൻ ഡിസംബർ 16-ാം തീയതി ഗൾഫിൽ വരികയും സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ പാങ്ക്രിയാറ്റിസിൽ ക്യാൻസറാണെന്ന് പറഞ്ഞു. ക്യാൻസറാണ്. അവളെ സർജറി ചെയ്തു. അപ്പോൾ എനിക്ക് ഇൻഫെക്ഷനായി, ബ്ലീഡിങ്ങായി, പനിയായി. അവർ പിന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അവിടെ 10-25 ലക്ഷം രൂപയായി. പിന്നെ ആദ്യം ചെയ്ത ഹോസ്പിറ്റലിൽ 6 ലക്ഷം രൂപയുമായി. ഇപ്പോൾ എല്ലാം സാമ്പത്തികമായി അവർ തകർന്നിരിക്കുകയാണ്. ഇനി വരെ ഇപ്പം കഴിക്കുന്ന ആഹാരം ബാഗിൽ കൂടെ വരികയും ഓസും 2 ഓസ് ഇട്ടുണ്ട്. അതിൽ കൂടെയാണ് ഇപ്പോൾ ഭക്ഷണം ലിക്വിഡായിട്ട് നടക്കുന്നത്. ഇനി ഒരു തുടർ സർജറി വേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറയുന്നത്. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. കുടുംബത്തിലെ ഭാര്യയും 2 മക്കളുമാണ് കുടുംബമാണ്. മക്കളെല്ലാം ചെറുതാണ്. എൻ്റെ ഏക വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത്. 6 മാസം കൊണ്ട് കിടപ്പിലായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പം കഴിഞ്ഞത്. എൻ്റെ സുഹൃത്തുക്കളും ഗൾഫിലുള്ള സുഹൃത്തുക്കളും മറ്റുള്ളവരുടെ സഹായത്താലാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ നടന്നു പോകുന്നത്. കൊല്ലം ജില്ലയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് നേരത്തെ കാണിച്ചത്. അവരുടെ ചികിത്സാ പിഴവാണ് ഈ സംഭവത്തിന് കാരണം. അപ്പൊ അവര് എന്തെങ്കിലും ഇതിന് നഷ്ടപരിഹാരം അങ്ങനെ തരാൻ തയ്യാറുണ്ടോ? സംസാരിച്ചായിരുന്നു? അതുമായിട്ട് സംസാരിച്ചാലും ഒന്നും ചെയ്തില്ല. എൻ്റെ ഹസ്ബൻഡാണ്. ഇപ്പം 3 മാസം കൊണ്ട് വായിക്കൂടെ ഒരു ആഹാരവും കഴിക്കുന്നില്ല. ഈ ട്യൂബ് വഴിയാണ് വെള്ളം മാതിരി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ 6 മാസം കൊണ്ട് ഇതേ കിടക്കുകയാണ്. ഓരോരുത്തരുടെ സഹായം കൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. ഇനി ഇത് ചികിത്സിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ സഹായിക്കണം. ഒരു മോളുണ്ട് 7-ാം ക്ലാസ്സിലെ, മോൻ +2-ൽ. വേറെ ബന്ധുക്കളും ഒക്കെ എന്തെങ്കിലും അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് സർജറിയും. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ആഹാരത്തിന് പോലും വകയില്ലാത്ത ഒരു പരിസ്ഥിതിയിലാണ് കുടുംബം താമസിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും, ഇന്ത്യയിലോ വിദേശത്തോ ഉള്ള എല്ലാവരും പരമാവധി ഇത് ഷെയർ ചെയ്ത് അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ, ചികിത്സയ്ക്കുള്ള അതുപോലെ തന്നെ ഭക്ഷണത്തിനുമുള്ള സഹായങ്ങൾ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് അക്കൗണ്ട് നമ്പരും അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പരും ഇതോടൊപ്പം കൊടുക്കുന്നു. നമുക്കുണ്ടാവുന്ന ചെറിയ സഹായങ്ങൾ ചെയ്താൽ അദ്ദേഹത്തിന് വലിയൊരു അനുഗ്രഹമായിരിക്കും. തീർച്ചയായും ആരും ഉപേക്ഷ വിചാരിക്കാതെ ചെറിയ സഹായങ്ങൾ അയച്ച് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.